ബി.ജെ.പി. പ്രവർത്തകർ നീണ്ടകര താലൂക്ക് ആശുപത്രി ഉപരോധിച്ചു. ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ബി.ജെ.പി. നീണ്ടകര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. താലൂക്ക് ആശുപത്രിയായി 2010 പ്രഖ്യാപനം നടത്തിയെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ നിലവാരം ആശുപത്രിക്കില്ല. 62 സ്ഥിരം ജീവനക്കാരും 30-ലധികം താൽക്കാലിക ജീവനക്കാരും ഉള്ള ആശുപത്രിയിൽ പ്രവർത്തനം പൂർണ്ണതോതിലല്ല നടക്കുന്നുവെന്നും ബി.ജെ.പി. ആരോപിച്ചു. വിജയൻപിള്ള MLA ആയിരുന്ന കാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ അശാസ്ത്രീയമാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി. പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയാണ് കാണിക്കുന്നത്. ദേശീയപാതയോർത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടൽ വേണമെന്നും ബി.ജെ.പി. നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്രയും കാലവർഷവും അതുപോലെ പല അപകടങ്ങളും വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ 62 സ്ഥിരം ജീവനക്കാരും 30 താൽക്കാലിക ജീവനക്കാരുമുള്ള ഈ താലൂക്ക് ആശുപത്രി എന്ന് പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ ഒരു പ്രാദേശിക തലത്തിൽ ഒരു പ്രാദേശിക കേന്ദ്രത്തിൻ്റെ സേവനം പോലും ഈ താലൂക്ക് ആശുപത്രി കിട്ടുന്നില്ല. അതായത് ഇവിടെ 17 സ്റ്റാഫ് ഈ അടുത്ത സമയത്ത് ഒന്നിച്ച് ടൂർ പോയിട്ട് OP വരെ അടച്ചെന്നാണ് അറിവ്. അതുപോലെ പലതും നിലച്ച് ഇപ്പോൾ ചിലതൊക്കെ ഒന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ 45 കോടി രൂപ മുതൽ മുടക്കി കിട്ടുന്ന കെട്ടിടം അശാസ്ത്രീയമാണ്. അത് ഒരു കാലത്തും അതിനകത്തൊരു ഹോസ്പിറ്റലിൻ്റെ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം അതിന് ഒരു കൺസൾട്ടേഷൻ ഇല്ലായിരുന്നു. പലരും വന്ന് പല രീതിയിൽ ചെയ്തു. അതിപ്പം അശാസ്ത്രീയമാണ്. അത് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ ആശുപത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ രീതിയിലുള്ള ജനകീയ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സൂപ്രണ്ടെന്ന് പറയുന്ന ആ മേഡം അവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഇത് അങ്ങേറ്റം വരെ പോകാനും പാർട്ടി തയ്യാറാണ്. അതൊരു സൂചനയായിട്ടാണ് ഇന്നിപ്പോൾ. ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ബി.ജെ.പി. പഞ്ചായത്ത് സമിതി പറഞ്ഞു. എസ് മന്മഥൻ, സുനിൽ ദത്തൻ, എസ് ശശികുമാർ, സുദർശനൻ, കെ വിജയൻ, ശിവകുമാർ, രാജേന്ദ്രൻ, അരുൺ KG എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.